ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് എക്സ് പാഡ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് എക്സ് പാഡ് എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് എക്സ് പാഡിൽ 11 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 1200x1920 ആണ്. പിന്നെ ഇതിൽ LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 13,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ LCD പാനൽ എന്നുള്ളത് ഓക്കെയാണ്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 83% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ടാബിൽ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 440 നിറ്റ്സ് ആണ്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അങ്ങനെ എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മെറ്റൽ യൂണി ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ഈ ടാബിൽ വരുന്നത്. ഈ ഒരു ടാബിന്റെ ബ്ലാക്ക്, ബ്ലൂ, അതുപോലെ തന്നെ ഗോൾഡ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം 13,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്, പ്രത്യേകിച്ച് ടാബുകളുടെ കാര്യത്തിൽ. പിന്നെ ഈ ഒരു ടാബിന്റെ ബേസ് വേരിയന്റിൽ 4GB റാമും 128GB ഇന്റേണലും ആണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലും ആയിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും സിം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടാബിൽ ഫൊളാക്സ് വോയിസ് അസിസ്റ്റന്റ് ഒക്കെ വരുന്നുണ്ട്. ChatGPTയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിന്റെ പിന്നിൽ 8 MP ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാബിന്റെ ഫ്രണ്ടിലും 8 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത്. പക്ഷേ ഇത് ടാബ്ലറ്റ് ആണ്. ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ ക്യാമറ എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് മതി. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ടാബിളുടെ കാര്യത്തിൽ ഓക്കെയാണ്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 7000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അവൻ തിരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. എന്നാലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അത് തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം നൈജീരിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 13,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ പിന്നെ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പം ഈ ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിലും നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് ഒരു 12,000-13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് എക്സ് പാഡ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.